ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി പുതിയാപ്ല ചിക്കൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ അയക്കുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ പിയാപ്ല ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കൻ പിട നമ്മൾ വരഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല തയ്യാറാക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള കാശ്മീർ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് സാദാ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കോൺഫ്ലവർ പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മല്ലിച്ചപ്പും കൂടി അരച്ചത്, കുറച്ച് ചെറിയ ജീരകം, ഒരു മുട്ടയും കൂടി ഇടുന്നുണ്ട്, കുറച്ച് വിനീഗറും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് കോയിൻ്റെ മുകളിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടി പോവാം. നമ്മൾ ചിക്കൻ ആദ്യം വരഞ്ഞു വെച്ചിട്ടുണ്ട്. വരഞ്ഞു വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൈഡിലും മസാല പിടിക്കുവാൻ വേണ്ടിയിട്ടാണ്. എല്ലാം തേച്ച് പിടിപ്പിക്കാം നമുക്ക് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. നമുക്ക് നല്ല മസാലയിൽ കുളിപ്പിച്ചെടുക്കാം. നമ്മളെ പുതിയാപ്ല ചിക്കനുള്ള മസാല നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. എന്നാലും ഇത് മസാല നല്ലോണം ഇതിലേക്ക് പിടിക്കും. എന്നിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന് ഉള്ളിൽ നിറക്കുവാനുള്ള മസാല കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. നമ്മൾ ചിക്കനിലേക്ക് നിറക്കുവാൻ വേണ്ടിയിട്ട് മസാല തയ്യാറാക്കാൻ വേണ്ടി പോവാം. ഞാനൊരു ട്രൈ പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ട്രൈ പാൻ ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ പണി തുടങ്ങാം. കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് നമ്മൾ ഉപ്പ് കൂടിയും ചേർത്തിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞിട്ട് ഇടുന്നുണ്ട്, കുറച്ച് കറിവേപ്പിലയും. ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മസാലേൻ്റെ അകത്തേക്ക് 2 പുഴുങ്ങിയ മുട്ടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് വേണം നമുക്ക് കോഴിൻ്റെ അകത്ത് നിറച്ചിട്ട് കോഴി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കോഴിൻ്റെ അകത്തേക്ക് നമ്മൾ മസാല ഇങ്ങനെ നിറച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമുക്കിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് പൊരിക്കാനായിട്ട്. നമ്മൾ മസാല നിറച്ച് എല്ലാം ടൈറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പ് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ചെമ്പ് ചൂടാൻ ശേഷയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് നമ്മളിത് പൊരിക്കാൻ വേണ്ടി പോകുന്നത്. ചെമ്പെല്ലാം ചൂടാക്കിയിട്ട് നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാൻ ശേഷം നമുക്ക് ചിക്കൻ അതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കാം. നമ്മൾ ഇതിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ കറിവേപ്പിലേൻ്റെ ഒരു ഫ്ലേവറും കൂടി ഇതിന് നിൽക്കും. നമ്മളെ കോഴിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ എണ്ണ ചൂടായിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് ഫ്രൈ ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. നമ്മളെ ചിക്കൻ ഇവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. നമ്മളെ ചിക്കൻ ഏകദേശം റെഡിയായിട്ട് വരുന്നുണ്ട്. നമുക്കിത് ഫുള്ളായിട്ട് ഫ്രൈ ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ പുതിയാപ്ല ചിക്കൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.